So, hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. സോ ആദ്യത്തെ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള പോളി പാരാമാഗ്നസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പോളിയുടെ തിയറി നമ്മൾ നോക്കി. സോ അതിൽ നമ്മൾ എങ്ങനെയാണ് സസെപ്റ്റിബിലിറ്റി വേരി ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് സസെപ്റ്റിബിലിറ്റി കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് പാരാമാഗ്നറ്റിസം നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡയാമാഗ്നറ്റിസം ആണ്. സോ ലാൻഡോ ഡയാമാഗ്നറ്റിസം. ഓക്കെ. സോ ലാൻഡോ ഡയാമാഗ്നറ്റിസം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുക. ഡയാമാഗ്നറ്റിസത്തെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഡയാമാഗ്നറ്റിസം ഇറ്റ് അറൈസ് ഫ്രം ദി ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റൽ മോഷൻ ഓഫ് ചാർജർ പാർട്ടിക്കിൾസ്. ചാർജർ പാർട്ടിക്കിൾസിന്റെ ഓർബിറ്റൽ മോഷന്റെ ക്വാണ്ടൈസേഷനിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഡയാമാഗ്നറ്റിസം ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇൻ ദി പ്രസൻസ് ഓഫ് an external magnetic field. Okay. So diamagnetism arises from the quantization of orbital motion of charger particles. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജർ പാർട്ടിക്കിൾസിന് മാത്രമാണ് എന്തുണ്ടാവുക, ഡയാമാഗ്നറ്റിസം ഉണ്ടാവുക. ചാർജർ പാർട്ടിക്കിൾസ് in presence of external magnetic field. Okay, in the presence of external magnetic field. അപ്പോൾ external magnetic field ന്റെ പ്രസൻസിൽ ചാർജർ പാർട്ടിക്കിൾസിന്റെ ഓർബിറ്റൽ മോഷന്റെ ക്വാണ്ടൈസേഷൻ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, ഡയാമാഗ്നറ്റിസം ഉണ്ടാവുന്നത്. Okay, diamagnetism ഉണ്ടാവുന്നത്. Okay, so if we consider നമ്മൾ ഏതെങ്കിലും ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ let this be x direction, let this be y direction and let this be z direction ആണ് വിചാരിക്കുക. ഇവിടെ ഒരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ട് വിചാരിക്കുക. ഓക്കെ. സോ നമ്മൾ ഈ ഡയറക്ഷനിൽ നമ്മൾ z ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. z ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ഒരു ചാർജർ പാർട്ടിക്കിൾസിനെ കൊടുത്തിട്ട് വിചാരിക്കുക. ഓക്കെ. സോ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ ചാർജർ പാർട്ടിക്കിൾസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ മൂവ് എ ഹെലിക്കൽ പാത്ത്. ഒരു ഹെലിക്കൽ പാത്തിൽ എന്ത് ചെയ്യും, അബൌട്ട് z ഡയറക്ഷൻ മൂവ് ചെയ്യും. അതായത് ഇങ്ങനെ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യും. ഓക്കെ. അബൌട്ട് ഹെലിക്കൽ പാത്ത് അബൌട്ട് z ആക്സിസ് എന്ത് ചെയ്യും, നമ്മളെ പാർട്ടിക്കിൾ മൂവ് ചെയ്യും. ഓക്കെ. അതായത് z ആക്സിസിന് ചുറ്റും ഒരു ലീനിയർ മോഷൻ ആയിരിക്കും. പിന്നെ എക്സ് വൈ പ്ലെയിനിൽ എന്തായിരിക്കും, ഒരു സർക്കുലർ മോഷൻ പോലെ ഒരു മോഷൻ ഉണ്ടാവുക. ദിസ് ഈസ് ഡ്യൂ ടു ലോറൻസ് ഫോഴ്സ്. Okay, ലോറൻസ് ഫോഴ്സ് കാരണമായിരിക്കും ആ പാർട്ടിക്കിൾസിന് ഒരു ഹെലിക്കൽ മോഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ. ആൻഡ് ദി ടോട്ടൽ എനർജി ഓഫ് ദിസ് മോഷൻ, ടോട്ടൽ എനർജി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു EH cross B by MC into J plus 1/2 plus PZ square by 2m. ഇവിടെ PZ square by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും ഇത് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓർബിറ്റൽ മോഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഓർബിറ്റൽ മോഷന്റെ എനർജിയാണ് ഈ ടേം സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡൈനാമിക്സിൽ മിക്കവാറും ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ഇത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ് J എന്ന് സൂചിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് ടേം ഓർബിറ്റൽ മോഷന്റെ എനർജിയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൈനറ്റിക് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഈ ക്വാണ്ടൈസേഷൻ നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കണം. ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റൽ മോഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റൽ മോഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ എന്താണ് പോവാണ്, ഓർബിറ്റൽ നമ്മളെ ചാർജർ പാർട്ടിക്കിൾസ് ക്വാണ്ടൈസ് അതിന്റെ എനർജി ലെവൽസ് എന്തായിട്ട് പോവാണ്, ക്വാണ്ടൈസ്ഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിത്തൗട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പോൾ ഇതാണ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത അവസ്ഥയിലുള്ള പാർട്ടിക്കിൾസ് വിചാരിക്കുക. ഓക്കെ. അതിന്റെ എനർജി ലെവൽ. സോ ദിസ് ഈസ് വിത്തൗട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത അവസ്ഥയിലാണ്. സോ അവിടെ എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ. എനർജി ലെവൽസ് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുക, ഇവിടെ ഈ രണ്ട് ലെവലുകൾക്ക് ഇടയിലുള്ള ഈ നമ്പർ ഓഫ് കുറേ ലെവലുകൾ ഉണ്ടല്ലോ, അതെല്ലാവരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ ക്വാണ്ടൈസ്ഡ് ലെവലായിട്ട് മാറും. ഓക്കെ. ഒറ്റ ക്വാണ്ടൈസ്ഡ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടെ ഈ ലെവലും കൂടി ചേർന്നിട്ട് ഒരൊറ്റ ക്വാണ്ടൈസ്ഡ് ലെവലായിട്ട് മാറും. ഇവിടെ അതേപോലെ തന്നെ ഇതും കൂടി ചേർന്നിട്ട് ഒറ്റ ക്വാണ്ടൈസ്ഡ് ലെവല്. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ലെവലുകൾ കിട്ടും. ഓക്കെ. J = 1, 2, 3 അങ്ങനെ ഓരോ ലെവലുകളായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും.
ഓക്കെ. സോ ഇവിടെ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സ്റ്റേറ്റിൽ, അതായത് വിത്തൗട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന എനർജി ലെവലുകൾ, ഈ എനർജി ലെവലുകൾ എന്ന് ചെയ്യാം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദേ ആർ കൊയാലസ് ടുഗദർ. എന്താണ് വാക്കിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, ഇങ്ങനെ വയ്ക്കാം. ദേ കൊയാൽസ് ടുഗദർ, അതായത് കൂടിച്ചേരുക. ഓക്കെ, ആ എനർജി ലെവലുകൾ എന്ത് ചെയ്യും, എനർജി ലെവലുകൾ കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ ക്വാണ്ടൈസ്ഡ് ലെവലായിട്ട് മാറും. ഓക്കെ, സോ ഈ കണ്ട ലെവലുകൾ, അതായത് ഇപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഈ കണ്ട ലെവലുകൾ എല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരൊറ്റ ലെവൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരൊറ്റ ലെവൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെയും ഇടയിലുള്ള എല്ലാ പാർട്ടിക്കിൾസ്, എല്ലാ ലെവലും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ലെവൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. സോ ഈ രീതിയിലാണ് എന്ത് നടക്കുന്നത്, അവിടെ ക്വാണ്ടൈസേഷൻ നടക്കുന്നത്, ലെവലുകളുടെ ക്വാണ്ടൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി ലെവലുകൾ എന്ത് ചെയ്യണം, അവർ കൂടി ചേർന്നിട്ട് ഒരൊറ്റ ക്വാണ്ടൈസ്ഡ് ലെവലുകളായിട്ട് മാറുകയാണ് എന്ത് ചെയ്യണത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഒബ്വിയസ്ലി ഇവിടെ ഡീജനറസി ഉണ്ടായിരിക്കും, കാരണം ഇവിടെ ഒരുപാട് ലെവലുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരൊറ്റ ലെവൽ ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ എല്ലാ ലെവലുകളോട് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ലെവൽ ഫോം ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അവിടെ നിന്നായിരിക്കും ഡീജനറസി ഉണ്ടായിരിക്കും, അല്ലെ, ഡീജനറസി ഉണ്ടായിരിക്കും. സോ എത്ര ലെവലുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഒരു ക്വാണ്ടൈസ്ഡ് ലെവൽ കിട്ടുക എന്നുള്ളത് നമുക്കറിയണം. ഓക്കെ, എത്ര ലെവലുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരൊറ്റ ലെവൽ കിട്ടുക എന്ന് നമുക്കറിയണം. സോ നമ്പർ ഓഫ് ലെവൽസ് that coils together. ഓക്കെ, എത്ര ലെവലുകൾ ചേർന്നിട്ടാണ് കൊയാൽസ് ചെയ്തിട്ടാണ് നമുക്കൊരു ക്വാണ്ടൈസ് ലെവൽ കിട്ടുക നോക്കാം. അതിനെന്ത് ചെയ്താൽ മതി, ആക്ച്വലി ഈ സാധനം ഉണ്ടല്ലോ, അതായത് ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയണിത്തെ എല്ലാ ലെവലുകളും കൂടി ചേർന്നിട്ടാണ് ആക്ച്വലി ഇത് ഫോം ചെയ്യുന്നത്, ഒരൊറ്റ ലെവൽ ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു റീജിയന്റെ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ വോളിയം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ടോട്ടൽ വോളിയം ഓർ ടോട്ടൽ ഏരിയ എന്ത് ചെയ്താൽ മതി, നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ വോളിയം ഇപ്പോൾ 2 ഡയമെൻഷൻ ആണെങ്കിൽ ഏരിയ 3 ഡയമെൻഷൻ ആണ്, എന്ത് ചെയ്യാം, നമ്മൾ ടോട്ടൽ വോളിയം എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ അത് ഫേസ് സ്പേസിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫേസ് സ്പേസിൽ സോൾവ് ചെയ്യാൻ നമുക്കറിയാം 1/h² ഇന്റഗ്രൽ dx dy dpx dpy. നമ്മൾ 2 ഡയമെൻഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ dx dy മാത്രം, dpx dpy മാത്രം. h² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫേസ് സ്പേസിലുള്ള 2 ഡയമെൻഷൻ ഫേസ് സ്പേസിലുള്ള ഒരു യൂണിറ്റ് വോളിയമാണ് എന്ത്, h² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 1 ഡയമെൻഷൻ ആകുമ്പോൾ h ആവും, 3 ഡയമെൻഷൻ ആകുമ്പോൾ എന്തായിരിക്കും, അത് 3h³ ആയിട്ട് മാറും. ഓക്കെ, സോ 2 ഡയമെൻഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ dx dy dpx dpy. അപ്പോൾ ഇതിലുള്ള ചെറിയൊരു പെട്ടി എടുക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം ആണ് h². സോ ഇത് ടോട്ടൽ വോളിയം ആണ്. അതേ ബൈ ഒരു പെട്ടിയുടെ വോളിയം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് കിട്ടും. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു dx dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ബോക്സ് കൺസിഡർ ചെയ്യണം. നമ്മൾ ഈ ഫേസ് സ്പേസിലുള്ള ചെറിയൊരു ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, dx dy. സോ ലെങ്ത് ബി lx ഉം ബ്രെഡ്ത്ത് ബി ly ആണെങ്കിൽ ഈ dx dy നമുക്ക് ഇങ്ങനെ മാറ്റാം. ദിസ് വിൽ ബി lx ly ബൈ h² ഓൾറെഡി ഉണ്ട്, h² ഓൾറെഡി ഉണ്ട്, ഇൻറ്റു ഇന്റഗ്രൽ dpx dpy. ഓക്കെ, dpx dpy. നൗ നമുക്ക് മൊമെന്റം സ്പേസിലുള്ള ഇവിടുത്തെ ഏരിയ കിട്ടണം, ഏരിയ അല്ലെങ്കിൽ വോളിയം കിട്ടണം. മൊമെന്റം സ്പേസിലുള്ള ഇവിടുത്തെ ഏരിയ കിട്ടണം. അതിന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കൺസിഡർ ചെയ്തപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷെൽ സ്ട്രക്ചർ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. അത്ര ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല, എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്താൽ മതി. സോ നമുക്കിവിടെ ഷെൽ സ്ട്രക്ചർ, ഇവിടുത്തെ ഒരു ഷെല്ലൊക്കെ കൺസിഡർ ചെയ്ത് തിക്നെസ് ഉള്ള ഒരു ΔP തിക്നെസ് ഉള്ള ഒരു ഷെല്ലൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് സോൾവ് ചെയ്യാനായിട്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി. സോ lx ly ഡിവൈഡഡ് ബൈ h² ഇൻറ്റു ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടും pi p 0² മൈനസ് pi p i² കൊടുക്കാം, pi p i². ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് കിട്ടുക. pi p 0² പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലെവലും ഇത് കഴിഞ്ഞാൽ pi p i ഇവിടെ. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ടോട്ടൽ വോളിയം എന്ത് കിട്ടും, നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം p നെ ഇൻ ടേംസ് ഓഫ് എനർജി എഴുതാൻ നമുക്കറിയാം, ദാറ്റ് ഈസ് p² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2me ആണ്. ഓക്കെ, സോ 2m ഇൻറ്റു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇക്വേഷൻ ആണ്. ഇതിലിപ്പോൾ കൈനറ്റിക് എനർജി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മളിവിടെ ജെ ലെവലുകൾക്കിടയിലുള്ള എനർജിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ജെ ലെവൽക്കിടയിലുള്ള എനർജിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ജെ ടേം ഇല്ലാത്ത കാരണം കൈനറ്റിക് എനർജി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഈ ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ 2m ഇൻറ്റു ഇ എച്ച് ക്രോസ് ബി ഡിവൈഡഡ് ബൈ 2mc, h cross b divided by mc into j 1/2. ഓക്കെ, j 1/2 കൊടുക്കാം. ഓക്കെ, ഓക്കെ, സോ നമുക്ക് ഇവിടെ വേണ്ടത് p0² മൈനസ് pi² ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, pi അല്ല, p1 ആണല്ലോ അല്ലെ, p1 ആണ് നമുക്ക് ഫസ്റ്റ് ലെവൽ നോക്കുന്നത്, p1 ആണ് കേട്ടോ.
So P0 square എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും J നമുക്ക് 0 കൊടുക്കാം. So 2MEH cross B divided by MC. ശരി, നമുക്ക് M ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. J ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/2 കിട്ടും. Okay. Now similarly P1 square കൊടുത്തു കഴിഞ്ഞാൽ M ഒന്ന് ക്യാൻസൽ ചെയ്യാം. 2EH cross B by C. ഇവിടെ J ക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും 1 plus 1/2 is 3/2 കിട്ടും. 3/2 കിട്ടും. Okay. So which will be equal to okay 2EH cross B by C നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും 3/2 minus 1/2 അല്ലേ. So 3/2 minus 1/2 is 2/2 is 1. So 2EH cross B by C. 2EH cross B by C. So momentum P0 square is equal to P0 square minus P1 square. Okay. This P0 square minus P1 square നമുക്ക് കിട്ടും 2EH cross B divided by C എന്നുകൊണ്ട് കിട്ടും നമുക്ക്. Okay. So നമുക്ക് അറിയാം അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So it will be equal to LX LY divided by H square into pi നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഈ ടേം വന്നു. That is 2EH cross B divided by C. Okay. So അതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? H cross പറഞ്ഞാൽ H by 2 pi ആണ്. Okay. H by 2 pi ആണ്. So LX LY divided by H square into pi 2E H cross is H by 2 pi into B by C. So H square is H പോയി pi പോയി 2 പോയി. Okay. So ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് LX LY ഉണ്ട് താഴ്ത്തെത്തുമ്പോൾ ഇവിടെ LX LY ഉണ്ട്. H സ്ക്വയറിൽ എന്തായിട്ട് മാറി H ആയിട്ട് മാറി പിന്നെ ഒരു EB ഉണ്ട് E ഉണ്ട് B ഉണ്ട് ഡിവൈഡ് ബൈ C. ഓക്കെ. സോ ഇത്രയും നമ്പർ ഓഫ് ലെവലുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഈ ഒരു ക്വാണ്ടൈസ്ഡ് ലെവൽ ഫോം ചെയ്യുന്നത്. ഓക്കെ. സോ ദ നമ്പർ ഓഫ് ലെവൽസ് ദാറ്റ് ഗെറ്റ് ടുഗദർ ഓർ കോയിൽസ് ടുഗദർ ഇൻ ഓർഡർ ടു ഫോം ദി ഫസ്റ്റ് ക്വാണ്ടൈസ്ഡ് ലെവൽ ഈസ് LX LY ഡിവൈഡഡ് ബൈ H into EB by C. ഓക്കെ. LX LY എന്ന് കഴിഞ്ഞാൽ ആ ക്വാണ്ടം സ്പേസിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ചെറിയൊരു പെട്ടി ഒരു ഏരിയയുടെ പെട്ടിയുടെ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് LX LY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് ഇതിപ്പോ ഫസ്റ്റത്തെ നമ്മൾ അതായത് എന്താ പറയാ ഈ ലെവലിന്റെയും ഇടയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് ആണ് എന്ത് ചെയ്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് LX LY by H EB by C. പക്ഷെ ഈ ടേം എന്ത് ചെയ്യുന്നില്ല ജെനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. ഇവിടെ ജെനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം ഇവിടെ കിടക്കുന്നില്ല. അതിനർത്ഥം എന്താണ് ദി നമ്പർ ഓഫ് ലെവൽസ് ഇൻ ബിറ്റ്വീൻ ദിസ് ടു ലെവൽസ് ആൻഡ് നമ്പർ ഓഫ് ലെവൽസ് ഇവിടെ നമ്പർ ഓഫ് ലെവൽസ് ഇൻ ഹിയർ ഓൾ ആർ സെയിം. എല്ലാ ലെവൽസിലുള്ള നമ്പർ ഓഫ് ലെവൽസ് എന്താണ് സെയിം ആണ്. അതായത് ഈ ക്വാണ്ടൈസർ ലെവൽ ഫോം ചെയ്യാൻ എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസും ഈ ക്വാണ്ടൈസർ ലെവൽ ഫോം ചെയ്യാൻ എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസും ഒക്കെ എന്താണ് സെയിം ആണ്. ഓക്കെ. അതായത് നമ്മൾ കിട്ടിയിട്ടുള്ള ഫൈനൽ ഇക്വേഷൻ ജെന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയുള്ള ഈ രണ്ട് ലെവലുകൾക്കിടയിൽ ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസും ഈ രണ്ട് ലെവലുകൾക്കിടയിൽ ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസും ഈ രണ്ട് ലെവലുകൾക്കിടയിൽ ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസും ഒക്കെ എന്താണ് ഒക്കെ സെയിം ആണ്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ജെ. അതെന്തായാലും കിട്ടുന്നത് നമ്പർ ഓഫ് ലെവൽസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ജെ. നമ്പർ ഓഫ് ലെവൽസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ജെ. ഇൻഡിപെൻഡന്റ് ഓഫ് ജെ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസുകൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഇത്രയും ലെവലുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരു ക്വാണ്ടൈസർ ലെവൽ ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ. നൗ ലെറ്റ് us നമുക്ക് സസെപ്റ്റിബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. Okay, so you find out the grand partition function. Okay. Grand partition function theta നമുക്ക് അറിയാം നമുക്ക് log theta ആണ്. ഓക്കെ. അതായിരിക്കും very important. Log theta will be equal to എന്താണ് summation over n log 1 plus z e raised to minus beta I. ഓക്കെ. നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ്. theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus z summation over n എന്താണ് 1 plus z e raised to minus beta I. log എടുക്കുമ്പോൾ എന്ത് വന്നു രണ്ട് ഭാഗത്തും log വന്നു. ഓക്കെ. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള നമ്മൾ ഈ ചാപ്റ്ററിൽ മുന്നേ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ ഈ സമ്മേഷനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുക നമ്മൾ ഇന്റഗ്രേഷൻ ആണ് കൊടുക്കുക. സമ്മേഷനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കും. എന്നിട്ട് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിനും വിട്ട് എന്ത് ചെയ്യും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. ഇവിടെ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക സമ്മേഷനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കുക. പക്ഷേ
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ എനർജി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടോട്ടൽ എനർജി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേംസിന് ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ജെനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മളെ കൈനറ്റിക് എനർജി പി സ്ക്വയർ അതിൽ മൊമെന്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പി സെഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ജെ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പി സെഡ്. പി സെഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പി സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസിന് നമുക്ക് എന്ത് ചെയ്യാം, സമ്മേഷൻ മാറ്റിയിട്ട് ഇന്റഗ്രേഷൻ കൊടുക്കാം. ഓക്കെ, പി സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസിന് നമുക്ക് എന്ത് കൊടുക്കാം, സമ്മേഷൻ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഇന്റഗ്രേഷൻ കൊടുക്കാം. ആൻഡ് എന്താ പറയാ, ഈ ജെനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസിന് നമുക്ക് കൊടുക്കാം, അത് സമ്മേഷൻ ആയിട്ട് തന്നെ നിലനിർത്താം. ഓക്കെ, അതാണ് നമ്മളെ ഐഡിയ. അതായത് റീപ്ലേസ് സമ്മേഷൻ ഓവർ പി സെഡ് വിത്ത് ഇന്റഗ്രേഷൻ. പി സെഡിനെ എന്ത് ചെയ്യാം, നമ്മൾ സമ്മേഷൻ മാറ്റിയിട്ട് നമുക്ക് നോക്കാം. കാരണം ഇവിടെ സമ്മേഷൻ കോമൺ ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ, ഇവിടെ സമ്മേഷൻ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ പി സെഡിന്റെ ടേംസിന് നമുക്ക് കൊടുക്കാം, സമ്മേഷൻ മാറ്റിയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ കൊടുക്കാം. ആൻഡ് ജെയുടെ ടേംസിനെ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് സമ്മേഷൻ ആയിട്ട് തന്നെ നിലനിർത്താം. ഓക്കെ, സോ നമുക്ക് എഴുതി നോക്കാം. സോ ലോഗ് സീറ്റ ഇസ് ഈക്വൽ ടു, സോ ലോഗ് സീറ്റ വിൽ ബി ഈക്വൽ ടു പി സെഡിന് നമ്മൾ കൊടുക്കുകയാണ്, ഇന്റഗ്രേഷൻ കൊടുക്കുകയാണ്. സോ സീറ്റ ഇസ് ഈക്വൽ ടു, അവിടെ പി സെഡ് ആയ കാരണം എൽ സെഡ് പി സെഡ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, അതായത് പി സെഡ് ഉണ്ട്, ഓൾറെഡി അവിടെ പി സെഡ് ഉണ്ട്. ദിസ് ഈസ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. പി എൽ സെഡ് ബൈ എച്ച് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇൻറ്റു എന്ത് ചെയ്തു, നമ്മൾ ആ പി സെഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ, നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറ്, നമ്മൾ ആ ക്വാണ്ടിറ്റിനെ എടുക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റിനെ എടുത്തു, പിന്നെ എന്ത് ചെയ്തു, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ, എൽ സെഡ് ബൈ എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഡി പി സെഡ്. ഓക്കെ, നൗ ജെയുടെ അക്രോസ് ഉള്ള സമ്മേഷൻ നമ്മൾ അതേപോലെ തന്നെ നിലനിർത്തുകയാണ്. സോ സമ്മേഷൻ ജെ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ജെ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ബാക്കി എന്താ നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ നമുക്ക് ഈ ടേം കൊടുക്കണം അല്ലെ. ഈ ടേം കൊടുക്കണമെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ആണ്. ഈ ടേം കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എന്ത് വരുന്നത്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് വരുന്നത്. ഓക്കെ, ഈ ടേം ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് വരുന്നത്. ഓക്കെ, സോ Lx Ly by h, Lx Ly by x into Eb by c, Eb by c. പിന്നെ ലോഗിന് ടേം കൊടുത്തു, ലോഗ് 1 പ്ലസ് z എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇൻറ്റു ഇ കൊടുക്കാം. Okay, minus beta into e. Okay, so density of states Lx Ly Lz by h square വന്നു. ആൻഡ് പിയുടെ ടേമിന് മാത്രം നമ്മൾ എന്ത് കൊടുത്തു, നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്തു, പിയുടെ ടേമിന് മാത്രം. ആൻഡ് ജെയുടെ സമ്മേഷൻ നമ്മൾ എന്ത് ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ നിലനിർത്തി. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ലോഗിന്റെ ടേം ഇവിടെ വന്നു. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് ഈ ഇനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുക്കാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ Lz dpz divided by h into summation j is equal to 0 to infinity Lx Ly by h Eb by c log 1 plus z e raised to വരും minus beta into energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, എനർജി പറഞ്ഞു കഴിഞ്ഞാൽ E h cross divided by mc into j plus 1 by 2 plus pz square divided by 2m. Okay, so ഇതാണ് എന്ത് വരുന്നത്, ഈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ലോഗ് സീറ്റ നമുക്ക് കിട്ടും. ഓക്കെ, നൗ ഫോർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. ഹൈ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഹൈ ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ value of fugacity will be very less than 1. Fugacity value എന്തായിരിക്കും, very less than 1 ആയിരിക്കും. സോ നമുക്കറിയാം log 1 plus za എന്തായിരിക്കും, z ന്റെ വാല്യൂ very less than 1 ആണ്. very less than 1 ആണെങ്കിൽ this will be approximately is equal to കൊടുക്കാം za കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ ടേം log 1 plus z, ഈ ടേം നമ്മൾ a എന്ന് ഉദ്ദേശിച്ചത്, this will be equal to za ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ log സീറ്റ എങ്ങനെ മാറും, log theta will be equal to integral Lz dpz divided by h into summation
j is equal to 0 to infinity, j is equal to 0 to infinity, Lx Ly divided by h into EB by c. Now എന്ത് കൊടുക്കണം, നമ്മുടെ z a എന്ന് കൊടുക്കണം. സോ ലോഗ് മാറ്റിയിട്ട് നമ്മൾ എന്തായി, z a മാത്രമായി. സോ z എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ EH ക്രോസ് ബൈ MC into j plus 1 by 2 plus pz square divided by 2m. pz square divided by 2m. Okay, actually എക്സ്പോണൻഷ്യൽ ഈ പി സെഡിന്റെ ടേമിന് ഇവിടെ എഴുതേണ്ട കാര്യമില്ല, കാരണം ഇത് ജെയുടെ മാത്രമല്ല എഴുതുന്നത്. നമ്മൾ പി സെഡിന്റെ ഡിപ്പെൻഡന്റ് ടേമിനൊക്കെ നമ്മൾ അവിടെ കൊടുത്തു, നമ്മൾ ഇന്റഗ്രലിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേമിന് നമുക്ക് ആക്ച്വലി ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ഓക്കെ, അവിടെ എടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമുക്ക് കോൺസ്റ്റന്റ് ആയതിനൊക്കെ അതേപോലെ പുറത്തെടുത്തൂടെ. ഇവിടെ സെഡ് ഇ ബി ബൈ സി LX LY LZ എച്ച് സ്ക്വയർ ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ്സിനൊക്കെ നമുക്ക് ആദ്യം പുറത്ത് കൊടുക്കാം. സോ സെഡ് ഇ വി ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ സി ഉണ്ട്. ഈ വി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ആണ് കേട്ടോ. LX LY LZ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ടോട്ടൽ വോളിയം കിട്ടിയത്. നൗ ഇന്റഗ്രൽ, നൗ ഈ പി സെഡ് ടേം ഇവിടെ നിന്ന് ഇവിടെ എടുക്കാം, നമുക്ക് ഇവിടെ എടുക്കാം. സോ എക്സ്പോണൻഷ്യൽ ഇവിടെ മൈനസ് ബീറ്റ പി സെഡ് സ്ക്വയർ ബൈ 2m വരും. സോ മൈനസ് ബീറ്റ പി സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m, പിന്നെ ഡി പി സെഡ് ഉണ്ട്, പിന്നെ ഡി പി സെഡ് വന്നു. ഓക്കെ, നൗ സമ്മേഷൻ കൊടുത്തു. സമ്മേഷൻ j is equal to 0 to infinity, ഇതൊക്കെ പോയി, ബാക്കി എന്തുള്ളൂ, എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇൻറ്റു ഇ എച്ച് ക്രോസ് ബൈ എം സി ഇൻറ്റു ജെ പ്ലസ് 1/2. ഓക്കെ, ഇൻറ്റു ജെ പ്ലസ് 1/2. ഓക്കെ, നമുക്ക് ഈ ഇന്റഗ്രലും സോൾവ് ചെയ്യണം, ഈ സമ്മേഷനും എന്ത് ചെയ്യണം, നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, സോ ഈ ഇന്റഗ്രൽ ആക്ച്വലി സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പുകളൊന്നും എക്സാമിന് ആവശ്യം, നിങ്ങൾ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി. അതെങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് ബീറ്റ പി സെഡ് സ്ക്വയർ ബൈ 2m ഡി പി സെഡ് ആണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ എന്ത് വെച്ച് കഴിഞ്ഞാൽ പി സെഡ് ഇൻറ്റു റൂട്ട് ബീറ്റ ബൈ 2m എന്ന് കൊടുക്കാം, നമുക്ക് ടി എന്ന് കണ്ടു കൊടുക്കാം. ഓക്കെ, എന്ത് കൊടുക്കാം, ടി എന്ന് കണ്ടു കൊടുക്കാം. ഓക്കെ, സോ ഡി പി സെഡ് എന്ത് വരും, പി സെഡ് എന്ത് വരും, സോ പി സെഡ് ഈസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റൂട്ട് 2m ബൈ ബീറ്റ അല്ലെ, തലതിരിച്ചെഴുതി. ഓക്കെ, സോ ഡി പി സെഡ് എന്ത് വരും, ഡി പി സെഡ് വിൽ ബി ഈക്വൽ ടു ഡി ടി ഇൻറ്റു റൂട്ട് ഓഫ് 2m ബൈ ബീറ്റ വരും. ഓക്കെ, സോ നമുക്ക് ഈ ഇന്റഗ്രലിനെ മാറ്റി എഴുതാം. സോ ഇന്റഗ്രലിന് മാറും, this integral will change as this integral എങ്ങനെ ചേഞ്ച് ആവും, ഇന്റഗ്രലിന്റെ ലിമിറ്റ് ആക്ച്വലി മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആട്ടോ, കാരണം താഴത്തെ മുതൽ ലാസ്റ്റ് വരെ പോകണല്ലോ. സോ ദിസ് വിൽ ചേഞ്ച് ആസ് ഈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ നമ്മൾ എന്താ കൊടുത്തു, പി സെഡ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ബീറ്റ, അതിന് നമ്മൾ എന്താ കൊടുത്തത്, ഈ ടേം ടി ആയിട്ടാണ് കൊടുത്തത്. സോ ഇതെന്തായിരിക്കും, ടി സ്ക്വയർ ആവും അല്ലെ, സീസ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ. നൗ ഡി പി സെഡ് നമ്മൾ കൊടുത്തു, ഡി പി സെഡ് നമ്മൾ ടി ഇൻറ്റു ഡി ടി ഇൻറ്റു റൂട്ട് 2m ബീറ്റ കൊടുത്തു. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് 2m ബീറ്റ കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്ത് കൊടുത്തു, റൂട്ട് 2m ബൈ ബീറ്റ നമ്മൾ പുറത്ത് കൊടുത്തു. പിന്നെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി വരും. ഓക്കെ, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി നമ്മൾ കുറേ വട്ടം ചെയ്തതാണ്. എന്താണ്, റൂട്ട് പൈ ആണ് അതിന്റെ വാല്യൂ വരിക. സോ ആ റൂട്ട് പൈ ഇതിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് 2πm ഡിവൈഡഡ് ബൈ ബീറ്റ കൊടുക്കാം. ഓക്കെ, സോ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് കിട്ടി, ഇറ്റ് വിൽ ബി ഈക്വൽ ടു സെഡ് ഇ വി ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ സി ഇൻറ്റു ഈ ടേം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക റൂട്ട് ഓഫ് 2πm ഡിവൈഡഡ് ബൈ ബീറ്റ കിട്ടും. ഓക്കെ, സിമിലർലി ഈ സമ്മേഷനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സമ്മേഷൻ എങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജെക്ക് ഓരോ വാല്യൂസ് കൊടുക്കുക, ജെക്ക് ആദ്യം 0 കൊടുക്കുക, ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എച്ച് ക്രോസ് ബൈ എം സി 1/2 കിട്ടും, മൈനസ് ബീറ്റ എച്ച് ക്രോസ് ബൈ 2mc കിട്ടും. 1 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും 3/2 വരും,
2 കൊടുത്തു കഴിഞ്ഞാൽ 5/2 വരും, അങ്ങനെ പോകും. സോ ദാറ്റ് ഈസ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അത് വരിക. ജോമെട്രിക് പ്രോഗ്രഷന്റെ സം നമുക്കറിയാം എന്താണ്, സം ഈസ് ഈക്വൽ ടു a/1 - r ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ബൈ 1/2 EH ക്രോസ് ബൈ MC ആണ് നമുക്ക് കിട്ടുക. 1 - r എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് രണ്ട് ടേമുകൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ r കിട്ടും. അതായത് e റേസ് ടു മൈനസ് ബീറ്റ EH ക്രോസ് ബൈ MC ആണ് എന്ത് വരിക, r വരിക. ഓക്കെ, മുകളിലും താഴത്ത് എന്ത് ചെയ്യുക, ഈ എക്സ്പോണൻഷ്യൽ e റേസ് ടു മൈനസ് ബീറ്റ ബൈ 2 EH ക്രോസ് ബൈ MC ആയിട്ട് എന്ത് ചെയ്യുക, മുകളിലും താഴത്തും കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പം എന്ത് കിട്ടും, ഒരു 1 ബൈ എക്സ്പോണൻഷ്യൽ ഈ ടേം IH ക്രോസ് ബൈ എന്താ പറയുക 2MC ബീറ്റ കിട്ടും, മൈനസ് e റേസ് ടു മൈനസ് EH ക്രോസ് ബൈ 2MC ബീറ്റ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതെന്താണ്, e റേസ് ടു x മൈനസ് e റേസ് ടു മൈനസ് x ഫോമിലാണ് വരിക. സോ അതെന്താണ്, സൈൻ h ആണ്. സോ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2 സൈൻ h ബീറ്റ EH ക്രോസ് b ഡിവൈഡഡ് ബൈ 2MC ഓൾ റേസ് ടു -1, കാരണം അത് ഡിനോമിനേറ്റർ ഉണ്ടാവുക, അത് മുകളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറി, -1 ആയിട്ട് മാറി. ഓക്കെ, ചെയ്ത് നോക്കാം, നമുക്ക് സിമ്പിൾ ആണ്. ജസ്റ്റ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ട് കിട്ടും. സോ a ഡിവൈഡഡ് ബൈ 1 - r കൊടുക്കാം, ന്യൂമറേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് കിട്ടും ഒരു 1 ബൈ എക്സ്പോണൻഷ്യൽ ഈ ടേം മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് ഈ ടേം ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈൻ എച്ച് എക്സിന്റെ ഫോം ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 സൈൻ HX ആയിട്ട് മാറും. ഓക്കെ, അത്രേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ പറയും, ഞാൻ അത് സ്റ്റെപ്പ് ചെയ്തു തരാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ലോഗ് സീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി ZdV ഡിവൈഡഡ് ബൈ h ക്രോസ് h സ്ക്വയർ c ഇൻറ്റു റൂട്ട് 2πm ബൈ ബീറ്റ ഇൻറ്റു 2 സൈൻ h ഓഫ് ബീറ്റ EH ക്രോസ് b ഡിവൈഡഡ് ബൈ 2MC ഹോൾ റേസ് ടു -1. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പാരാമാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇക്വിലിബ്രിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ബാറിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പാരാമാഗ്നറ്റിസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോൾസ്മാനിയൻ ട്രീറ്റ്മെന്റ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അത് ആക്ച്വലി ലാൻജുവിനാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ മെത്തേഡും ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്താണ്, ലാൻജുവിനാണ്. ഓക്കെ, സോ ലാൻജുവിനാണ് രണ്ടും ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു, n bar is equal to z into ഡോ ബൈ ഡോ z ഓഫ് log theta എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ n bar കണ്ടുപിടിച്ച് നോക്കാം. ഇതിന്റെ n bar കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടും, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ മാത്രമേ z ഉള്ളൂ. സോ ഈ z പോവും, ബാക്കി ടേംസ് അതേപോലെ ഉണ്ടാവും. പക്ഷേ n bar പറഞ്ഞു കഴിഞ്ഞാൽ z ഇൻറ്റു ഈ ടേം ആണ്, z ഇൻറ്റു ഡെറിവേറ്റീവ് ആണ്. സോ അഗെയിൻ ഈ z കയറി വരും. ഓക്കെ, സോ n bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, n bar ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, log സീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ ടേം കിട്ടും, ZeV ഡിവൈഡഡ് ബൈ h സ്ക്വയർ c ഇൻറ്റു റൂട്ട് 2πm ബീറ്റ ഇൻറ്റു 2 സൈൻ h ബീറ്റ EH ക്രോസ് b ഡിവൈഡഡ് ബൈ 2MC ഹോൾ റേസ് ടു -1. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇക്വിലിബ്രിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാം, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നൗ ഇതിൽ നിന്ന് വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ ആക്ച്വലി നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇതെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, that is n bar is equal to ZeV by h സ്ക്വയർ c. ഇതെന്താണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kT ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2πmkt റേസ് ടു 1/2 ആയിട്ട് എഴുതാം. ഓക്കെ, ഈ ടേമിന് നമുക്ക് -1 അല്ല, സോ 2 സൈൻ h x ആക്കിയിട്ട് കൊടുക്കാം, where x is given by x is equal to beta EH cross b divided by 2MC. ഓക്കെ, അതിനാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ x ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കൊടുക്കാം, നമ്മൾ x ആയിട്ട് കൊടുക്കാം. സോ ഇനി നമുക്ക് ഇതിൽ ലാംഡ ക്യൂബ് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലാംഡ ക്യൂബ് എത്തിക്കണമെങ്കിൽ നമുക്ക് h³ ബൈ 2πmkt റേഷ്യോ 3/2 വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡഡ് ബൈ ഒരു 2πmkt കൊടുക്കാം. ഡിവൈഡഡ് ബൈ കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ, 2πmkt
നമുക്ക് 2πmkt ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു 2πmkt ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 + 1/2 3/2 ആയിട്ട് മാറും. മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡും ചെയ്യാം. 2πmkt ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡും ചെയ്യാം. പിന്നെ ഇവിടെ h² ഉള്ളൂ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ന്യൂമറേറ്ററിൽ h കൊടുക്കാം, ഡിനോമിനേറ്ററിൽ h കൊടുക്കാം. ഓക്കെ, സോ എന്തായിട്ട് മാറും, ZEV divided by C 2πmkt raised to 1/2 ഇതെന്ത് വരും, 2πmkt raised to 3/2 വരും. raised to 3/2 divided by ഇവിടെ h² ഉണ്ട്, ഇവിടെ h ഉണ്ട്, that is h³ ആയിട്ട് മാറും. പിന്നെ വരുന്നത് ഒരു h ഇവിടെ ബാക്കി ഉണ്ടാവും, ബാക്കി ഒരു h by ഒരു 2πmkt ബാക്കിയുണ്ട്, h by 2πmkt ബാക്കിയുണ്ട്. പിന്നെ ഈ ടേം വരും 1/sin hx വന്നു. ഓക്കെ, സോ ദിസ് ടേം ഈസ് ലാംഡ ക്യൂബ് ആണ്, അത് ലാംഡ ക്യൂബ് ആണ് വരുന്നത്. സോ ZEV ഡിവൈഡഡ് ബൈ C, ഇത് ലാംഡ ക്യൂബ് താഴത്താണ് വരുന്നത്, സോ ഇൻറ്റു ലാംഡ ക്യൂബ് h 2πmkt ഇൻറ്റു 1/sin hx. ഓക്കെ, നൗ എക്സിന്റെ ഫോം എന്താണ്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ EH കട്ട് B ഡിവൈഡഡ് ബൈ 2mc ആണ്. ഓക്കെ, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, 1/kt ആണ്. സോ EH കട്ട് B ഡിവൈഡഡ് ബൈ 2πm പൈയിലോ 2mc, പിന്നെ ബീറ്റ 1/kt ആണ്, സോ kt വന്നു. ഓക്കെ, ഇപ്പം തോന്നുന്നു kt വന്നു. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ ഈ h കട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, h കട്ടിനെ ഈ h ക്രോസിനെ നമുക്ക് എഴുതാം h/2π ആയിട്ട് എഴുതാം. സോ ഈ HB ഡിവൈഡ് ബൈ ഓൾറെഡി അവിടെ 2mc/kt ഉണ്ട്, പിന്നെ h/2π വരുമ്പോൾ താഴത്ത് ഒരു 2π കൂടി വന്നു. ഓക്കെ, നമുക്ക് ഇതും ഇവിടെ 1/2 ഇല്ലേ, 2 sin h അല്ലേ, 2 ഉണ്ട് ഇവിടെ, സോ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും ഒരു 2 ഉണ്ട്. ഓക്കെ, നൗ ഈ ടേംസുകൾ നമുക്ക് നോക്കാം. ഇവിടെ മുകളിൽ ഈ HB ആണ് വരേണ്ടത്. ഓക്കെ, സോ ഈ HB വരുന്നല്ലേ, കമ്പയർ ചെയ്യുമ്പോൾ EH ഉണ്ട്, ഇവിടെ E ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഒരു ബിന്റെ കുറവുണ്ടല്ലോ, ബി എവിടെയെങ്കിലും നമുക്ക് മിസ് ആയിട്ടുണ്ടോ, ബി എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ. ഓക്കെ, ഇവിടെ ബി കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ നമ്മൾ ഇതിന് പുറത്ത് എടുക്കുകയാണ് ചെയ്തത്. സോ ZEB ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബി ഉണ്ട്, സോ ഇവിടെ ഒരു ബി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ വരും, ഇവിടെ ഒരു ബി വരും, ഇവിടെ ഒരു ബി വരും, സോ ഇവിടെയും ഒരു ബി വന്നു. സോ എന്തൊക്കെ വന്നു, E വന്നു, H വന്നു, B വന്നു. ഓക്കെ, താഴത്ത് എന്തുണ്ട്, 2mc/kt, 2 ദാ, m ദാ, c ദാ, kt ദാ, പിന്നെ 2π ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ടേംസിനൊക്കെ പറക്കിയെടുത്ത് കഴിഞ്ഞാൽ അതെന്താണ്, അത് x ആണ്. ഓക്കെ, സോ ബാക്കി ആ ടേമിൽ ഇല്ലാത്തത് എന്താ വരുന്നത്, z ഉണ്ട്, v ഉണ്ട്, ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് ഉണ്ട്. സോ n bar ഈസ് ഈക്വൽ ടു എന്ത് വരും, ZV ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് ഇൻറ്റു എക്സ്, ഈ ടേമുകളൊക്കെ കൂടിയിട്ട് എന്തായിട്ട് മാറി, എക്സ് ആയിട്ട് മാറി, എക്സ് ഡിവൈഡ് ബൈ സൈൻ HX വരും. ഓക്കെ, സൈൻ HX. സോ നമുക്ക് എന്ത് കിട്ടി, n ബാറിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് കിട്ടി, n ബാർ കിട്ടി. n ബാർ ഈസ് ഈക്വൽ ടു ZV ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ സൈൻ HX കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാഗ്നറ്റൈസേഷനോ സസെപ്റ്റിബിലിറ്റിയോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് നമുക്ക് മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കാം. ഒന്നുകൂടെ മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കാം. സോ മാഗ്നറ്റൈസേഷൻ M is equal to 1/β ഡോ ബൈ ഡോ ബി ഓഫ് ലോഗ് സീറ്റ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ എവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ
statistics of diamagnetism നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഡിറൈവ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് 1 by beta dou by dou b of log theta എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 by beta dou by dou b of log theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? log theta ZeV divided by ZeVB divided by h square c അല്ലേ? അതിൽ വരുന്ന log theta അവിടെ എന്താ ZeVB ഉണ്ട്. ZeVB divided by h square c into root 2 pi m beta പിന്നെ 2 sin ആ ടേം വരുന്നുണ്ട്. ഓക്കെ, സോ 2 pi m by beta അതിന്റെ ഹോൾ റേസ് ടു 1 by 2 പിന്നെ സൈൻ്റെ ടേം 2 sin h beta e h b divided by 2 mc all raised to minus 1. correct അല്ലേ? h ക്രോസ് ഉണ്ട് അല്ലേ? h ക്രോസ് ഉണ്ട്. ഓക്കെ, ഇത് വരും. ഓക്കെ, നമുക്ക് ഈ ടേം എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ബി എവിടെയൊക്കെ വരുന്നുണ്ട്? ബി ഈ ടേമിൽ വരുന്നുണ്ട്, പിന്നെ ഈ സൈൻ്റെ ടേമിലും വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ടേം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ആ ടേം കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും which will be equal to 2 pi m by beta all raised to 1 by 2 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നൗ ഇതാണ് നമ്മൾ ഫസ്റ്റ് ടേം, ഇതാണ് നമ്മൾ സെക്കൻഡ് ടേം. സോ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ z പോയിട്ട് ബാക്കി ടേംസ് അതേപോലെ തന്നെ വരും. സോ it will be equal to EVB divided by h square c. ഈ ടേം പോയി, പിന്നെ എന്തോന്നു? ആ ടേം നമുക്ക് എഴുതാം. ആ ടേം നമുക്ക് 1 by 2 sin h beta e h cross b divided by 2 mc ആയിട്ട് എഴുതാം അല്ലെ? ഹോൾ റേസ് മൈനസ് 1 അല്ലേ? അങ്ങനെ എഴുതുന്നത് കുഴപ്പമില്ല. ഓക്കെ, പ്ലസ് ഫസ്റ്റ് ടേം പറയുമ്പോൾ ZeVB divided by h square c into 1 by 2 ഒരു 1 by 2 ഉണ്ട്. 1 by sin h 1 by x ഫോമിലാണ് ഇത് എടുക്കുന്നത് അല്ലെ? റേസ് ടു മൈനസ് 1 ആണ്. സോ 1 by x ഫോമിൽ എടുക്കുക. 1 by x നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1 by x സ്ക്വയർ. സോ sin h സ്ക്വയർ into beta e h cross b divided by 2 mc. ഓക്കെ, പിന്നെ sin h നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. sin h നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ cos h വരും. cos h beta e h cross b divided by 2 mc വരും. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾ 1 by x ന് sin h നെ ഡിഫറൻഷിയേറ്റ് ചെയ്തു അല്ല, ആദ്യം 1 by x ചെയ്തു മൈനസ് 1 by x സ്ക്വയർ, പിന്നെ സൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത കോസ് ആയി. ഇനി ബീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ബീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ബി പോവും, ബാക്കിയുള്ള ടേംസ് ഉണ്ടാവും. സോ ഇൻറ്റു ബീറ്റ ഇ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2 mc വന്നു. ഓക്കെ, സോ ദെർഫോർ m is equal to എന്ത് കൊടുക്കാം നമുക്ക്? സോ m is equal to നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? m is equal to ഈ 2 pi m by beta whole raised 1 by 2 ഉള്ളിൽ കൊടുക്കാം നമുക്ക്. സോ ഫസ്റ്റ് ടേം എന്ത് വരും? z അല്ല, നമ്മൾ വിത്ത് റെസ്പെക്ട് ബി അല്ലേ ചെയ്യുന്നത്. സോ z കളഞ്ഞാൽ എന്താ? ZeV divided by h square c into 2 pi m by beta all raised to 1 by 2 okay into 1 by 2 sin h. ഈ ടേമിന് നമ്മൾ x നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ 2 sin hx വന്നു പ്ലസ് ഈ ടേം. സോ ZeVB divided by h square c
into ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ, സോ ഈ ടേം മൈനസ് ആയിട്ട് പോകും. സോ this becomes മൈനസ്, സോ മൈനസ് 1/2 into this becomes cos h, ഈ ടേം x ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ cos h x divided by sin h square x, sin h square x, പിന്നെ ഈ ടേം വന്നു. this term is beta e h cross by 2mc. okay, beta h cross by 2mc വന്നു. ആക്ച്വലി ഇതിന് നമുക്ക് x എന്ന് കൊടുക്കാമല്ലോ. എങ്ങനെ കൊടുക്കാൻ പറ്റും? ബീറ്റ ഇ എച്ച് ക്രോസ് ബി ബൈ 2mc ആണ് x. ഇവിടെ ഒരു ബി എടുക്കുന്നുണ്ട് അല്ലെ, ഇവിടെ ഒരു ബി എടുക്കുന്നുണ്ട്. സോ ആ ബീനെ നമ്മൾ ഇവന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിന് എക്സ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇതിലിപ്പോ സെഡ് ഡി വി ബൈ സ്ക്വയർ സി ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ 2πmന്റെ ടേം എഴുതിയില്ലേ, 2πm ബൈ ബീറ്റ ഹോൾ റേസ് ടു 1/2. ഈ 2πm ബൈ ബീറ്റ ഹോൾ റേസ് ടു 1/2 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ അതൊക്കെ കോമൺ ആണ്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ എന്ത് വന്നു? സെഡ് ഇ വി ബൈ h square c into പിന്നെ 2πm ബീറ്റ ആ ടേം ഉണ്ട്. സോ 2πm ബൈ ബീറ്റ ദ ഹോൾ റേസ് ടു 1/2 ഉണ്ട്. ഓക്കെ, നൗ ബാക്കി എന്താ ഉള്ളത്? ബാക്കി വരുന്നത് ഇവിടെ ഒരു 1/2 sin h x ഉണ്ടാവും അല്ലേ, 1/2 sin h x ഉണ്ടാവും. ഓക്കെ, ഇവിടെ പുറത്തൊരു 1/β ഉണ്ടായിരുന്നു അല്ലേ, പുറത്തൊരു 1/β ഉണ്ട് കേട്ടോ. പുറത്തൊരു 1/β ഉണ്ട്. സോ ഇവിടെ ഒരു 1/β വരും. സോ പുറത്തൊരു 1/β ഉണ്ടായിരുന്നു, അത് നമ്മൾ വിട്ടതാണ്. സോ 1/β ഉണ്ട്. ഓക്കെ, ഈ 2 ഉണ്ട് ഇവിടെ അല്ലേ. സോ ബാക്കി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 നമുക്ക് പുറത്ത് കൊടുക്കാം, 2 നമുക്ക് പുറത്ത് കൊടുക്കാം. ബാക്കി സൈൻ എച്ച് എക്സ് ഉണ്ടാവും, സൈൻ എച്ച് എക്സ് ഉണ്ടാവും. കാരണം ഈ ടേമിൽ 1/2 ഉള്ളതല്ലേ. സോ ആ 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്ത് കൊടുക്കാം. സൈൻ എച്ച് എക്സ് മൈനസ് ഇവിടെ എന്താ വരിക? കോസ് എച്ച് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എച്ച് സ്ക്വയർ എക്സ്. പിന്നെ ബാക്കി നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബിനും ഈ ടേമിനും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇതാക്കി എക്സ് ആക്കിയിട്ട് മാറ്റി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അതിനെ കമ്പൈൻ ചെയ്തിട്ട് എക്സ് ആക്കി മാറ്റി. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 1/β ZEV divided by h square c. ഇവിടെ √2, ഇവിടെ ഈ 2 എന്താക്കാം? √2 ആക്കാം. സോ √2 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? ബാക്കി πm divided by 2β all raised to 1/2 into 1 by sin hx. okay, so 1 by sin hx നമ്മൾ അതേപോലെ തന്നെ എഴുതി. now cos by sin is cot hx, പിന്നെ എന്തുണ്ട്? ഒരു x ഉണ്ട്. സോ x cot hx ആക്കി നമ്മൾ എഴുതി. ഓക്കെ, x cot hx ആക്കി നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. അതൊക്കെ നമുക്ക് ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യാം? അതൊക്കെ ഈ സ്റ്റെപ്പ് വേണ്ട, ഈ സ്റ്റെപ്പ് നിൽക്കട്ടെ. ഓക്കെ, ഈ സ്റ്റെപ്പിന്റെ മുന്നേ നമുക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. ഓക്കെ, ഈ സ്റ്റെപ്പ് നിൽക്കട്ടെ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, ഈ സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് വൃത്തിക്ക് എഴുതാം. സോ m is equal to എന്തുണ്ട്? ഒരു 1/β ഉണ്ട്, ZEV by h square c ഉണ്ട്, പിന്നെ ഈ √2 ഇതിലത്തെ ഒരു √2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ πm by 2β all raised to 1/2 into 1 by sin hx minus ഇവിടെ എന്തുണ്ട്? x cos hx divided by sin square hx. ഇവിടെ ആക്ച്വലി sin h square ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ,
സോ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മാഗ്നറ്റൈസേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് നേരത്തെ ഒരു എൻ ബാറിൻ്റെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ ബാറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തത് എൻ ബാർ ഇസ് ഈക്വൽ ടു ZV divided by lambda cube sin hx. Okay, ZV divided by lambda cube ഒരു ഇത് വന്നതാണ്. ആക്ച്വലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ ബാർ ഈസ് ഈക്വൽ ടു ZV divided by lambda cube x by sin hx. x by sin hx നമ്മൾ നേരത്തെ എഴുതിയത് എന്തോ ഒരു ഇത് വന്നതാണ്. x by sin hx നമുക്ക് നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. സോ n bar is n bar is equal to നമുക്ക് നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ ZV divided by lambda cube x divided by sin hx ആണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ എമ്മിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. നൗ ഈ ടേം നോക്കാം, ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ ടേംസിന് നോക്കാം. ആ കോൺസ്റ്റന്റ് ആയ ടേംസ് നിന്ന് ZV മാത്രം അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളതിനൊക്കെ നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടാം. ദറ്റ് ഈസ് E divided by beta h square c into pi m divided by 2 beta raised to 1 by 2 പിന്നെ ഈ ടേം 1 by sin hx minus x cos hx divided by sin square hx. ഓക്കെ, now ഈ ടേമിനെ നോക്കാം. ഈ ടേമിനെ നമ്മൾ നേരത്തെ പാരാമാഗ്നറ്റിസം ഡിറൈവ് ചെയ്യുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പാരാമാഗ്നറ്റിസം ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു മ്യൂ എഫക്റ്റീവ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മ്യൂ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EH by 4πmc ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തറിയാം, ലാംഡ ക്യൂബിന്റെ വാല്യൂ അറിയാം. ലാംഡ ക്യൂബിന്റെ വാല്യൂ നമുക്ക് 2πmkt raised to 3/2 divided by h cube ആണ്. ഓക്കെ, now ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്തു വിചാരിക്കുക. ദാറ്റ് ഈസ് മ്യൂ എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് ചെയ്ത് വിചാരിക്കുക. സോ എന്ത് കിട്ടും, EH by 4πmc ഇൻറ്റു ലാംഡ ക്യൂബ് ചെയ്യുമ്പോൾ 2πmkt മുകളിൽ പോലെ. സോ 2πmkt raised to 3/2 divided by h cube വരും. സോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ h ക്യൂബ് പോയി h സ്ക്വയർ ആയിട്ട് മാറി. h സ്ക്വയർ ആയിട്ട് മാറി. ഓക്കെ, h സ്ക്വയർ ആയിട്ട് മാറി. നൗ എന്തുണ്ട്, ബാക്കി ഒരു e പുറത്തു വരും, എന്തായാലും e പുറത്തു വരും. നൗ ഇവിടെ 2π raised to 3/2 ഉണ്ട്, ഇവിടെ 4π raised to 3/2 ഉണ്ട്. ഓക്കെ, അത് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ, ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, E ഇൻറ്റു ഇവിടെ 2πmkt raised to 3/2 തന്നെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 4π നമുക്ക് എഴുതാൻ പറ്റും, 4 നമുക്ക് എഴുതാൻ പറ്റും 2 സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ. 4π 2 സ്ക്വയർ എഴുതാം. പിന്നെ പൈ വന്നു, പിന്നെ MC വന്നു, h സ്ക്വയർ വന്നു. ഓക്കെ, ഈ 2 സ്ക്വയറിന് മുകളിൽ കൊടുക്കാം. 2 സ്ക്വയറിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ വരും 2 raised to 3/2 മൈനസ് 2 വരും അല്ലേ. സോ 3 മൈനസ് ഇത് എന്ത് വരും, 2 raised to 1/2 വരും, √2 വരും. അതുപോലെ തന്നെ ഈ പൈ raised to 3/2 പൈയും കൂടി ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ അതും എന്തായിട്ട് മാറും, √π ആയിട്ട് മാറും. സോ അതെന്തായി, അത് സോൾവ് ആയി. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, പിന്നെ അപ്പോൾ E ഇൻറ്റു √2π ആയി. ഓക്കെ, പിന്നെ ഇവിടെ m ഉണ്ട്, ഇവിടെ m raised to 3/2 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാലും ഇത് കിട്ടും, √m കിട്ടും. പിന്നെ KT raised to 3/2 വരും, ഡിവൈഡ് ബൈ ഈ 2ഉം പൈയും ഒക്കെ പോയി, ബാക്കി MC h സ്ക്വയർ ഉണ്ട്. ഓക്കെ, MC അല്ല m പോയി അല്ലേ, m പോയി, ബാക്കി CH സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ 1/KT ആണ്, 1/KT ആണ്. ഇവിടെ ബീറ്റ raised to 1/2 ഉണ്ട്.
സോ രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ റേഷ്യോ 3/2 ആവും, KT റേഷ്യോ 3/2 ആവും. ആ KT റേഷ്യോ 3/2 ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ടേം ഈസ് സെയിം ആസ് ദിസ് ടേം. ഓക്കെ, നമുക്ക് ഇതിന് പകരം കൊടുക്കാൻ പറ്റും mu effective by lambda cube സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ m is equal to എന്ന് കൊടുക്കാം, പുറത്തൊരു ZV ഉണ്ട്, ZV into mu effective divided by lambda cube into 1 by sin hx minus x cos hx divided by sin square hx. ഓക്കെ, നമ്മൾ എക്സാമിന് ഇത് ഡയറക്റ്റ് mu effective by lambda cube ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് mu effective ഇക്വേഷൻ എഴുതാം, lambda cube ഇക്വേഷൻ എഴുതാം, എന്നിട്ട് ഈ ടേം mu effective by lambda cube ആവുമെന്ന് പറയാം. ഓക്കെ, അല്ലാതെ ഇതൊന്നും ചെയ്തിട്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് m ഉം കിട്ടി n ഉം കിട്ടി. ഓക്കെ, ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, m by n bar ചെയ്യാം. ഓക്കെ, m by n bar ചെയ്യാം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കാം. m is equal to നമുക്ക് കിട്ടിയത് ZV mu effective divided by lambda cube into 1 by sin hx minus x cos hx divided by sin square hx. ZV mu effective divided by lambda cube into 1 by sin hx minus x cos hx divided by sin h square x. ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ n bar. n bar ഇക്വേഷൻ എന്തായിരുന്നു? n bar is ZV divided by lambda cube into x by sin hx. Okay, so we can cancel out this ZV പോവും, lambda cube പോവും. So ബാക്കി വരുന്നത് mu effective into 1 by sin hx minus x cos hx divided by sin square hx. പിന്നെ ഇത് മുകളിലേക്ക് പോകും, ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും, sin hx divided by x ആയിട്ട് മാറും. ഓക്കെ, ഇതിനുള്ളിൽ കൊടുക്കുക, അതിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞിട്ടും ആൻഡ് n ബാറിന് അപ്പുറത്ത് കൊടുക്കുക. സോ m is equal to n bar into mu effective into ഇതിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ sin hxും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫസ്റ്റ് ടേം 1 by x ആവും, സെക്കൻഡ് ടേമിലും ഈ xും ക്യാൻസൽ ചെയ്യും, sin hxും sin square hും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി എന്തൊരു cos hx divided by sin hx വരും. ഓക്കെ, സോ which will be equal to ഇതിൽ നിന്നൊരു മൈനസ് എടുത്ത് പുറത്ത് കിട്ടു കഴിഞ്ഞാൽ എന്തൊരു മൈനസ് n bar mu effective into cos by sin is cot, so cot hx minus 1 by x. നമ്മൾ മൈനസ് എടുത്ത് പുറത്ത് കിട്ടും. ഓക്കെ, നൗ നമ്മൾ ലാൻജുവിൻ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പാരാമാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് cot hx minus 1 by x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലാൻജവിൻ ഫംഗ്ഷൻ. അതെന്താണ്, ലാൻജവിൻ ഫംഗ്ഷൻ ആണ്. സോ therefore നമുക്ക് എന്ത് കിട്ടി, മാഗ്നറ്റൈസേഷൻ m is equal to minus n bar mu effective into ലാൻജവിൻ ഫംഗ്ഷൻ L of x കിട്ടി. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റൈസേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പാരാമാഗ്നറ്റിസത്തിൽ നമുക്ക് കിട്ടി, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പാരാമാഗ്നറ്റിസം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മാഗ്നറ്റൈസേഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതേ ട്രീറ്റ്മെന്റ് തന്നെയാണ്, ലാൻജവിൻ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്, നമുക്ക് ഇതേ സെയിം ഇക്വേഷൻ തന്നെ കിട്ടിയത്, പക്ഷേ അതിൽ മൈനസ് ഉണ്ടാവില്ല, അത് പ്ലസ് ആയിരിക്കും. ഡയാമാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടും, നമുക്ക് മൈനസ് കിട്ടും, അതൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ വി ഒബ്റ്റെയിൻ ദി സെയിം ഇക്വേഷൻ ദാറ്റ് വി ഒബ്റ്റെയിൻ ഇൻ ദി ഫസ്റ്റ് സെക്ഷൻ, അതായത് ലാൻജവിൻ പാരാമാഗ്നറ്റിസത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെ എന്ത് ചെയ്തു, നമുക്ക് അഗെയിൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇവിടെ L of x പറഞ്ഞു കഴിഞ്ഞാൽ ലാൻജവിൻ ഫംഗ്ഷൻ ആണ്, mu effective നമുക്ക് കൊടുത്തു, n bar പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മാഗ്നറ്റൈസേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, mu effectiveനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, mu effectiveനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, mu effective പറഞ്ഞു കഴിഞ്ഞാൽ EH/4πmc ആണ്. ഓക്കെ, അതായത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ എച്ച് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എവിടെ മാത്രം വരുന്ന ക്വാണ്ടിറ്റി ആണ്, ക്വാണ്ടം മെക്കാനിക്സിൽ മാത്രം വരുന്ന ക്വാണ്ടിറ്റി ആണ്. സോ ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ക്വാണ്ടം മെക്കാനിക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് എവിടെ ഉണ്ടാവില്ല, നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടി ജസ്റ്റ് നോട്ട് ചെയ്യുക, മെയിനായിട്ട് ഈ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാം, ഈ ഒബ്റ്റെയിൻ ഇക്വേഷൻ ആണ് കാര്യം. ഓക്കെ, സെയിം ആസ് ദാറ്റ് ഓഫ്
പാരാമാഗ്നറ്റ്സ്. നമുക്ക് പാരാമാഗ്നറ്റ്സിൽ കിട്ടിയിട്ടുള്ള സെയിം ഇക്വേഷൻ ആണ് എന്ത് ചെയ്യണത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു കേസും കൂടി നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുന്നത് വാട്ട് ഹാപ്പൻസ് ഇഫ് low B, magnetic field, external magnetic field B ആണ്, and high temperature. Low B യും അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ലോ ആണ്, പിന്നെ എന്താണ് ഹൈ ടെമ്പറേച്ചർ ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറ്റും? അങ്ങനെയാണെങ്കിൽ ഈ സൈൻ എച്ചിന്റെ ടേം ഉണ്ടല്ലോ, സൈൻ എച്ച് ഈ എച്ച് ക്രോസ് ബി ഡിവൈഡ് ബൈ എന്തായിരുന്നു സൈൻ എച്ചിന്റെ ടേം എന്തായിരുന്നു എക്സിന്റെ വരുന്നത്? ബീറ്റ എച്ച് ക്രോസ് അല്ലേ, ബീറ്റ എച്ച് ക്രോസ് ബി ഡിവൈഡഡ് ബൈ 2mc. ബീറ്റ നമുക്ക് 1/k. ഓക്കെ, സോ 2kT mc ആ ടേം എന്തായിട്ട് പോകും? നമ്മളിവിടെ ഹൈ ടെമ്പറേച്ചറും ലോ ബി ആണ്. സോ ബിയുടെ വാല്യൂ കുറവാണ്, ടിയുടെ വാല്യൂ വളരെ കൂടുതലാണ്. സോ ഈ ടേം വളരെ ചെറുതാവും. സോ ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? ഈ എച്ച് ക്രോസ് ബി ഡിവൈഡഡ് ബൈ 2kT mc. നമ്മൾ ബീറ്റ എച്ച് ക്രോസ് ആണ്, ആ ബീറ്റ നമ്മൾ എന്നിട്ട് കൊടുത്തു 1/kT ആയിട്ട് കൊടുത്തു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ബാർ എന്താണ്? n ബാർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? n ബാർ ഈസ് zv ബൈ ലാംഡ ക്യൂബ് ഇൻറ്റു എക്സ് ബൈ സൈൻ എച്ച് എക്സ് ആണ് വരിക. ഓക്കെ, ഇവിടെ ഇപ്പോൾ എക്സിന്റെ വാല്യൂ സൈൻ എച്ച് എക്സിന്റെ വാല്യൂ എന്താണ്? സെയിം ആണ് കിട്ടുക. സോ ഇത് എന്തായിട്ട് പോകും? 1 ആയിട്ട് പോകും. സോ ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു zv ബൈ ലാംഡ ക്യൂബ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് zv ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് കിട്ടും. ഓക്കെ, zv ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് കിട്ടും. ആൻഡ് മാഗ്നറ്റൈസേഷന്റെ വാല്യൂ വരുന്നത് m is equal to n bar. So minus n bar into mu effective 1 by Langevin function ആണ് അല്ലേ, Langevin function ആണ്. So m into minus n bar into mu effective into Langevin function ആണ് നമുക്കറിയാം Langevin function ലോ വാല്യൂസിൽ കിട്ടും. എക്സിന്റെ ലോ വാല്യൂ ആണെങ്കിൽ Langevin function വാല്യൂ എന്തായിട്ട് പോകും? L of x tends to x by 3 ആയിട്ട് പോകും. ഓക്കെ, ഇതിന്റെ പോകും x by 3 ആയിട്ട് പോകും. സോ ദിസ് വിൽ ബി equal to മൈനസ് എന്നത് ഇപ്പൊ നമ്മൾ പാരാമാഗ്നറ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? Langevin ഫംഗ്ഷന്റെ വാല്യൂ ലോയിൽ എന്തായിട്ട് പോകും? x by 3 ആയിട്ട് പോകുന്നത്. സോ ദിസ് വിൽ ബി mu effective into x by 3 ആയിട്ട് മാറും. ഓക്കെ, x by 3 ആയിട്ട് മാറും. സോ it will be equal to minus n bar into mu effective x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബീറ്റ ഇ എച്ച് ക്രോസ് സി ഡിവൈഡഡ് ബൈ ബീറ്റ ഇ എച്ച് ക്രോസ് ബി ഡിവൈഡഡ് ബൈ 2mc ആണ്. ഓക്കെ, 2mc അതാണ് എക്സിന്റെ വാല്യൂ വരിക ഇൻറ്റു 1/3. ഓക്കെ, നൗ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? m is equal to എന്ത് കിട്ടും? മൈനസ് n ബാർ mu effective സ്ക്വയർ b ഡിവൈഡഡ് ബൈ 3kT ഇത് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിലുള്ള ഈ ആവശ്യമില്ലാത്ത ടേംസിനൊക്കെ ഒന്ന് പറക്കിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എഫക്റ്റീവ് ആയിട്ട് കിട്ടും. സോ മ്യൂ എഫക്റ്റീവ് സ്ക്വയർ ആയിട്ട് മാറും. ബാക്കി ഒരു ബി ഉണ്ടാവും, ഒരു ബീറ്റിയും ബാക്കി ഉണ്ടാവും. ഓക്കെ, ആ ബി മൂന്നും ബീറ്റിയും ആവും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ലോ ഫീൽഡിലും അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലും നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്തായിട്ട് മാറും? മാഗ്നറ്റൈസേഷൻ ഈ വാല്യൂ മൈനസ് n ബാർ മ്യൂ എഫക്റ്റീവ് ബൈ 3kT. ഓക്കെ, ഇതിന്റെ സസെപ്റ്റിബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാവുന്ന സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു m by b ചെയ്താൽ മതി. സോ എന്ത് കിട്ടും? മൈനസ് n ബാർ മ്യൂ എഫക്റ്റീവ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3kT. ഇതാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? സസെപ്റ്റിബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/t. സസെപ്റ്റിബിലിറ്റി ഈസ് ഡയറക്ട്ലി 1/t കിട്ടി. അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? ക്യൂരീസ് ലോ. കിട്ടി. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് കിട്ടി? കൊണ്ട് നമുക്ക് ക്യൂരീസ് ലോ തന്നെ കിട്ടി. പാരാമാഗ്നറ്റ്സിലുള്ള സെയിം പോലെ തന്നെ. ഓക്കെ, ക്യൂരീസ് ലോ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സസെപ്റ്റിബിലിറ്റി ഡയാമാഗ്നറ്റ്സ് ആണെങ്കിൽ കൂടി എന്ത് കിട്ടുന്നുണ്ട്? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/t ക്യൂരീസ് ലോ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡയാമാഗ്നറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ് ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറിന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കൊരു ജനറൽ സാധനമാണ്, അതായത് എല്ലാ ടെമ്പറേച്ചറിനും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന
ഒരു സസെപ്റ്റിബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.